ഈ ബംഗാളിൽ ഇപ്പോഴും ആ ഒരു കലാപ സാഹചര്യം അല്ലെങ്കിൽ ഈ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുന്നത് തുടരെ നമ്മൾ കേൾക്കുന്നു എന്നതാണ് അവിടെ നിന്ന് വരുന്നൊരു വാർത്ത. പ്രത്യേകിച്ച് അവിടെ ഈ TMCയും അതുപോലെ തന്നെ BJPയും CPM ഒക്കെ ഒരേപോലെ ഈ ആശയഫലത്തേക്കാൾ അക്രമത്തിലൊക്കെ അവർ അഭയം കണ്ടെത്തുന്നു എന്നതാണ് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും നിരാശകരമായ ഒരു സംഭവം. ഇപ്പോൾ BJP പ്രവർത്തക കൊല്ലപ്പെട്ടിരിക്കുന്നു, 7 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. അതിനെ വളരെ ലാഘവത്തോടു കൂടിയാണ് അവിടുത്തെ സ്വദേശ് ദാസ് എന്ന TMCയുടെ അവിടുത്തെ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇത് അതെന്തോ കുടുംബ വഴക്കാണ് എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം. പക്ഷേ ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ പരിസരത്ത് ഇവർ തമ്പടിക്കുകയാണ്. ഈ തമ്പടിക്കുന്നത് തന്നെ ഈ പോളിംഗ് സ്റ്റേഷൻ അവിടുത്തെ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാതിരിക്കാൻ അങ്ങനെയൊക്കെയാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. അതൊരു പ്രൈവറ്റ് സേന എന്ന നിലയിൽ അവരും പ്രവർത്തിക്കുന്നു. ഇവരും പോയി അവിടെ തങ്ങൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനൊരു അവിടെ ഒരു സുരക്ഷിതത്വം നൽകുക എന്ന പേരിലാണ് അവിടെ അവരുടെ ആധിപത്യം കാണിക്കാനാണ് പോകുന്നത് എന്നായിരിക്കാം. ഏതായാലും ഈ പോയ സ്ത്രീയെയും അവരുടെ മകനെ ഉൾപ്പെടെ ആക്രമിക്കുകയും സ്ത്രീ അവിടുന്ന് മരിക്കുകയും അതിന്റെ പ്രതിഷേധവുമായി നടന്ന സംഭവത്തിൽ നിരവധി അക്രമ സംഭവങ്ങൾ പലയിടത്തും അത് തീ ആളിക്കത്തി എന്ന് വെച്ചാൽ കൊള്ളിവെക്കുകയും ഒക്കെ നടത്തി. RPF അവിടെ എത്തിയിട്ടുണ്ട്, സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തി എന്നൊക്കെയാണ് അവിടുന്ന് കേൾക്കുന്ന വിവരം. ഏതായാലും ഈ രതിബാലയും സംഘവും അവിടെ ഈ നന്ദിഗ്രാമിനടുത്ത് ഒരു മാർക്കറ്റിൽ അവിടെ പ്രചാരണത്തിന് മൻസാ പൂക്കർ മാർക്കറ്റിന് സമീപത്താണ് ഇവരുടെ ആ ബൂത്തിലാണ് ഇവർ പോയി അവിടെ തമ്പടിക്കുകയൊക്കെ ചെയ്തു. അവിടെ പെട്ടെന്ന് ഒരു സംഘം ആളുകൾ ബൈക്കിലെത്തുന്നു, ഇവരെ ആക്രമിക്കുന്നു. ഈ സോണചൂദ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് ഈ ആക്രമണം നടക്കുന്നത്. പെട്ടെന്ന് ഇവരെ നന്ദിഗ്രാം സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഒക്കെ നോക്കുന്നു. അപ്പോൾ ഇത് ഒരു സംഭവത്തിൻ്റെ ഒരു തുടർ സംഭവങ്ങളുടെ ഭാഗമായാണ് ഇത് ഏറ്റവും ഒടുവിൽ ഇത് കൊലപാതകത്തിൽ കലാശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഈ TMCയുടെ ഒരു ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി നന്ദിഗ്രാമിൽ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും അവിടെ ഈ ഇത്തരം പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ നന്ദിഗ്രാമിൽ ഉള്ള പ്രശ്നങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ ഒരു ഭൂരിപക്ഷത്തിന് സുവേന്ദു അധികാരി ജയിക്കുകയാണ്. അപ്പം 1956 വോട്ടുകൾ, ഏതാണ്ട് 2000 വോട്ടിന് താഴെയുള്ളൊരു വ്യത്യാസത്തിൽ TMCയുടെ ഒരു നല്ല കേന്ദ്രമായിരുന്ന ഈ നന്ദിഗ്രാമിലെ അസംബ്ലി മണ്ഡലത്തിൽ അവിടെ സുവേന്ദു അധികാരി ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കൃത്രിമത്തിലൂടെയാണ്, കള്ളത്തരത്തിലൂടെയാണ്, പിന്നെ ഇലക്ഷൻ തട്ടിപ്പിലൂടെയാണ് എന്നൊക്കെയുള്ള ഒരു ആരോപണങ്ങൾ. മമതയ്ക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി മുഖത്തേറ്റ അടി പോലെയായിരുന്നു ആ തോൽവി. ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുമ്പോഴും ആ കാര്യം പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളിയാണ് ബംഗാളിൽ നടക്കുന്നത്. അതിന്റെ ആ കലിപ്പ് അടങ്ങിയിട്ടില്ല മമതയ്ക്ക്, അതുകൊണ്ടാണ് എന്നൊക്കെ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നേതാക്കൾ നടത്തുകയാണ്. അതെ, അപ്പോൾ സ്വാഭാവികമായും അവിടെ ഈ സംഭവം, ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഒരു പരാജയം, അത് പിന്നെ ഇവർ തമ്മിലുള്ള ഒരു വ്യക്തിവൈരാഗ്യം പോലെ അങ്ങനെ അല്ലെങ്കിൽ വൈരാഗ്യം പോലെ ഇരു രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഏറ്റെടുക്കുന്നു. തുടർന്ന് ഇത് തർക്കമാകുന്നു, തർക്കം അതങ്ങനെ മുറുകുന്നു, പരസ്പരം വെല്ലുവിളികൾ ഉണ്ടാകുന്നു, പൊതുയോഗങ്ങളിൽ ഇതൊക്കെ സംബന്ധിച്ച ഒരു അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുന്നു, ഭിന്നത വളരെ വ്യക്തമായി പുറത്തു വരുന്നു, പരസ്പരം അടിക്കുക എന്നൊക്കെയുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇപ്പോൾ അവിടെ ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. ഏതായാലും നന്ദിഗ്രാം നമുക്കറിയാം, അവിടെ ഇടതുപക്ഷത്തെ അട്ടിമറിച്ച് ഭരണം പിടിക്കാൻ മമത ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാക്കിയ വിഷയമാണ് നന്ദിഗ്രാം. അത് 2 സുപ്രധാനമായ സമരങ്ങൾ ബംഗാളിൽ നിന്ന്, ഒന്ന് സിംഗൂറിലെ സമരവും ഒന്ന് നമ്മുടെ നന്ദിഗ്രാമിലെ ഒരു സമരമാണ്. നന്ദിഗ്രാം അവിടെ വലിയൊരു ഈ ബംഗാളിൽ നമ്മൾ പഴയ ഒരു വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ചൊരു കൂടുതൽ നക്സൽബാരിയിലും ഒക്കെ കുറേ കൂടി തീവ്ര ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്നുള്ള ആശയമാണ് പിന്നീട് രാജ്യമൊട്ടാകെ വ്യാപിക്കുകയൊക്കെ ചെയ്തത്. ഏതായാലും അതിൻ്റെയൊക്കെ അലയടികൾ ഇപ്പോഴും അവിടെ ഉണ്ട്, അവിടെ വലിയ പ്രക്ഷോഭകാരികളായ ജനങ്ങളുണ്ട്. അപ്പോൾ ഈ നന്ദിഗ്രാമിൽ ഭൂമി ഉച്ഛേദ് പ്രതിഷേധ് കമ്മിറ്റി ഒരു നേതൃത്വത്തിൽ അന്ന് വലിയൊരു സമരമൊക്കെ നടന്നു. ആ സമരത്തിൻ്റെ ഭാഗമായി 14 പേരെ വെടിവെച്ച് കൊല്ലുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് 2007 നടക്കുന്നത്, മാർച്ച് 14 നടന്നു. അന്ന് വലിയ ആരോപണങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ച് CPMന് നേരെ ഉണ്ടായ ആരോപണം എന്ന് പറഞ്ഞാൽ 300ഓളം സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിച്ചു CPM നേതൃത്വം
അറിവോടുകൂടി അവിടുത്തെ പ്രവർത്തകർ. സിംഗൂരിലെ ഒരു രക്തസാക്ഷിയായിരുന്നു തബ്സീം മാലിക്. അതെ, ഞാൻ പറഞ്ഞ നന്ദിഗ്രാമിലെ കാര്യമാണ്. നന്ദിഗ്രാമിൽ 2007 നടന്ന സംഭവത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഭാഗമായി ആ ഒരു തർക്കം അടിയൊക്കെ അങ്ങനെ നടന്നു. പിന്നെ അത് തുടരുകയായിരുന്നു അവിടെ അതാണ് പിന്നീട് TMCക്ക് ഒരു വലിയ നേതൃത്വത്തിന് വരാനൊക്കെ കഴിഞ്ഞത്. 2008 സമാനമായ സംഭവം നന്ദിഗ്രാമിൽ ഉണ്ടായി. അവിടെ ഈ സംഘർഷം വീണ്ടും വ്യാപിച്ചു. CPMകാർ അന്ന് 3 സ്ത്രീകളെ നമ്മളിപ്പോൾ ഇന്ന് മണിപ്പൂരിലൊക്കെ കണ്ടതുപോലെ നഗ്നരായി റോട്ടിലൂടെ കൊണ്ടുപോയി എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ വന്നു. അവർ CPM റാലിയിൽ പങ്കെടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊരു ആരോപണം വന്നു. CPMനകത്തു നിന്ന് തന്നെ ഈ അശോക് മിത്രയെ പോലുള്ള CPM നേതാക്കൾ ഇത് ഒരു സാമൂഹ്യ വിരുദ്ധർ ഈ പാർട്ടിക്കകത്ത് കടന്നുകൂടിയിരിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടായി. തുടർന്ന് അത് ഒരു വലിയ തിരിച്ചടിയായി. നമുക്ക് 2011 ആകുമ്പോഴേക്കും ബുദ്ധേവ് ഭട്ടാചാര്യ എന്ന വളരെ സാധാരണക്കാരനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പതനമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ 34 വർഷത്തെ തുടർ ഭരണം അവിടെ. നന്ദിഗ്രാം കൊടുങ്കാറ്റിൽ കടപുഴകിയ CPMന് പിന്നീട് ഇതുവരെ അവിടെ പച്ച പിടിക്കാനായിട്ടില്ല. പക്ഷേ ഇത്തവണ CPM തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. ആ ഒരു മാറ്റം ബംഗാളിൽ പലയിടത്തും നമുക്ക് കാണാം. പ്രചരണത്തിന്റെ പല ഘട്ടങ്ങളിലും അത് കാണാം. ചുവപ്പ് കൊടികൾ തിരിച്ചു വരുന്നു എന്ന സാഹചര്യം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചുണ്ട്. പറയുകയാണെങ്കിൽ വലിയ യോഗങ്ങളൊക്കെ ആളുകൾ നടത്താം. അതിപ്പോൾ ബംഗാളിലായാലും എവിടെയായാലും CPMന് ഒരു ആളെ കൂട്ടുക എന്നതിനൊരു സംവിധാനവും മെഷീനറിയൊക്കെ ഉണ്ട്. പക്ഷേ സാമാന്യ ജനം അവരിൽ നിന്ന് അകന്നുപോയി എന്നുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ നന്ദിഗ്രാമിൽ ഈ പ്രശ്നം കഴിഞ്ഞ ആ ഒരു വെടിയേറ്റ ഒരു യുവാവിൻ്റെ അമ്മയാണ് അവിടെ ഫിറോസ ബീബി എന്നൊരു സ്ത്രീയാണ് മത്സരിച്ചത്. അവരവിടെ 39,551 വോട്ടുകൾക്കാണ് അവിടെ പരമാനന്ദ ഭാരതി എന്ന് പറയുന്ന പരമാനന്ദ ഭട്ടാചാര്യ എന്ന് പറയുന്ന പ്രതിയോഗിയാണ് തോൽപ്പിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇവിടെ തന്നെ ഈ പൂർബ മെദിനിപ്പൂർ എന്ന് പറയുന്ന ഈ പ്രദേശം പിന്നീട് അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമായി മാറി. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായും ആ ഒരു ആധിപത്യം TMCക്ക് ഉണ്ടായിരുന്ന ആധിപത്യം തകരുന്നു. അവർ പിന്നീട് അവിടെ നമ്മുടെ ഈ സുവേന്ദു അധികാരി, ഇപ്പോൾ ഈ തർക്കത്തിൽ മുന്നിൽ നിന്ന സുവേന്ദു അധികാരിയാണ് അവിടെ ലോക്സഭയിലേക്ക് 2009 ജയിക്കുന്നത്. 2014 അദ്ദേഹം തന്നെയാണ് ജയിക്കുന്നത്. അപ്പോൾ നോക്കൂ, അന്ന് ലീഡ് അദ്ദേഹത്തിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 7,24,000 വോട്ടാണ്. ആ 7,24,000 വോട്ട് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് തന്നെ 1,90,000 മറ്റോ ആയി വരികയാണ്. എന്നാൽ അതേസമയം CPMൻ്റെ അവിടുത്തെ മൊത്തം വോട്ട് താഴേക്ക് വീണ് 1,36,000 താഴേക്ക് വീണു. അപ്പോൾ അത് 2019 ആണ് ഈ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിന് മുന്നേ അവർക്കൊരു 2,82,000 വോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ 2019 ആകുമ്പോഴേക്കും ഈ സുവേന്ദു അധികാരിയിൽ നിന്ന് TMC ദിവ്യേന്ദ്ര അധികാരി അവിടെ ജയിച്ച് അതൊരു ഇടക്കാല തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം ആദ്യം വരുന്നത്. ദിവ്യേന്ദ്ര പിന്നീട് അവിടെ തൻ്റെ ആധിപത്യം അവിടെ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ CPMൻ്റെ വോട്ട് 2016 അത് 2,82,000 വോട്ട് അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ അത് 2019 ആകുമ്പോഴേക്കും 1,36,000 വീഴുകയാണ്. എന്ന് വെച്ചാൽ ഈ നിയമസഭയിൽ അവർ നാമാവശേഷമായ സാഹചര്യം ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും 4 CPM മത്സരിക്കുന്നുണ്ട്. പുരുലിയയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുമുള്ള തീരുമാനം ഉണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ എങ്ങനെ മാറി എന്നത് കൂടി നമ്മൾ നോക്കണമല്ലോ. ഇപ്പോൾ ഈ നന്ദിഗ്രാമിനെ സംബന്ധിച്ചും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ ദേശീയ മാധ്യമങ്ങളിൽ കൃത്യമായി വായിക്കുമ്പോൾ അവിടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. വ്യവസായങ്ങൾ എത്തുന്നില്ല എന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. പല കുടുംബങ്ങളിൽ നിന്നും മക്കൾക്ക് മറ്റ് ഇടങ്ങളിലേക്ക് പോയി ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യമാണ്. അപ്പോൾ പണ്ട് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയി എന്ന ഒരു വികാരം ജനങ്ങൾക്കുള്ളിൽ തന്നെയുണ്ട്. തൊഴിലില്ലായ്മയും ഈ പ്രശ്നങ്ങളും മമതാ ബാനർജിയെ ആകെ തന്നെ ഉലയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പമാണ് സന്ദേശ് ഖലി ഏതാണ്ട് നന്ദിഗ്രാമിന് സമാനമായിട്ടുള്ള രീതിയിൽ മമതയ്ക്ക് വെല്ലുവിളിയായി നിൽക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. നന്ദിഗ്രാം ഇങ്ങനെ അശാന്തമായി തുടരുമ്പോൾ, അവിടെ അക്രമ സംഭവങ്ങൾ തുടരുമ്പോൾ അത് മമതാ ബാനർജിക്ക് തന്നെയല്ലേ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. ഇത് നമ്മളിത് ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഞാനത് എപ്പോഴും പറയാറുള്ളത് പോലെ ഈ പൊളിറ്റിക്സിൽ അതിനൊരു കെമിസ്ട്രി ഉണ്ട്, ഒരു അർത്ഥമാറ്റിക്സും ഉണ്ട്.
അടിസ്ഥാനപരമായി പാർട്ടിക്ക് എത്ര വോട്ടുണ്ട് എന്നതൊരു വലിയ ഘടകമാണ്. സ്ഥാനാർത്ഥിയുടെ ഇതോ അല്ലെങ്കിൽ ആ ഒരു തരംഗമൊക്കത്തിനപ്പുറത്തേക്ക് പാർട്ടിക്ക് അടിസ്ഥാനപരമായി വോട്ടുണ്ടാകണം. ഇപ്പോൾ വലിയ മോദി തരംഗം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ BJP സ്ഥാനാർത്ഥികൾ തോൽക്കുകയാണ്. അപ്പം അതിനൊരു പ്രധാന കാരണം കഴിഞ്ഞ 2019 എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി വോട്ട് കൂടി, പക്ഷേ ആ അടിസ്ഥാന വോട്ട് ബേസ് വോട്ട് ഉണ്ടാക്കുക എന്നത് തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ്. അപ്പോൾ CPM-ൻ്റെ ബേസ് വോട്ട് ഇടിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് CPM-ൽ ഒരു വിശ്വസനീയത ഇല്ലാതെ പോകും. ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ബംഗാളിൽ ആദ്യമായി ഉണ്ടാകുന്നൊരു പ്രശ്നമല്ല. കൽക്കട്ട എന്ന് പറയുന്നൊരു പ്രദേശം എത്രയോ കാലങ്ങളായി വലിയ എഡ്യൂക്കേറ്റഡായ ആളുകളുടെ ഒരു പ്രദേശമായിരുന്നു. അവിടുന്ന് ഇപ്പോൾ പണ്ടൊക്കെ ടാഗോറിനെ പോലുള്ളവർ പറഞ്ഞിരുന്നു ഇന്ത്യ ഡിസൈഡ്സ് വാട്ട് ടുമോറോ വാട്ട് കൽക്കട്ട ബംഗാൾ തിങ്സ് ടുഡേ. ഇന്ന് എന്ത് ബംഗാൾ ചിന്തിക്കുന്നു അതാണ് നാളെ ഇന്ത്യ ചിന്തിക്കുന്നത് എന്ന തരത്തിലൊക്കെ നമ്മുടെ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വരവോടുകൂടി ഒരു പ്രധാന കേന്ദ്രം നമ്മുടെ ഇംഗ്ലീഷ് ഭരണകാലത്ത് ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനം എന്നൊക്കെയുള്ള തരത്തിൽ ഒക്കെ വന്നിരുന്ന ഡൽഹിക്ക് മുമ്പ് തലസ്ഥാനമൊക്കെ ആയിരുന്ന ഒരു പ്രദേശം എന്ന നിലയ്ക്ക് ആ നിലയ്ക്ക് വലിയൊരു പ്രദേശമായിരുന്നു. പക്ഷേ പിന്നീട് അത് മൊത്തം അവിടുത്തെ ജീവിത സാഹചര്യമൊക്കെ താഴുന്ന ഒരു ഘട്ടമുണ്ടായി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ബംഗാളിനെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓർമ്മയുണ്ട്. അന്ന് ഈ പത്രങ്ങളിലും മാസികകളിലുമൊക്കെ വന്ന് മനുഷ്യർ കൈകൊണ്ട് വലിച്ചോടുന്ന റിക്ഷകളുള്ള ഏക സ്ഥലം ഇന്ത്യയിൽ ഈ ബംഗാളാണ് എന്ന്. അപ്പോൾ അപ്പോഴൊരു ബാബു ഡം എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. എന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഈ ഇത്തരം ബാബുമാർ എന്ന് വെച്ചാൽ വലിയ സമ്പന്നരുമായിട്ടുള്ള ആളുകളുടെ ഉദ്യോഗസ്ഥരും അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഒരു മേൽക്കോയ്മ അവിടെ നിൽക്കുന്നു. ജാതി ഒരു വലിയ വിഷയമായി നിൽക്കുന്നു. ഇതൊന്നും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. മാത്രമല്ല ഈ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്ന വണ്ടിയൊക്കെ അവിടുന്ന് മാറ്റണം, അത് ഇനിയൊരു കാലത്തിന് ചേർന്നതല്ല എന്നൊക്കെയുള്ള ഒരു പ്രയോഗം വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്നു. അങ്ങനെയൊക്കെ അതിന് CPM-ൻ്റെ അവിടുത്തെ ജനജീവിത പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളൊരു തർക്കമുണ്ടായിരുന്നു. സാധാരണഗതിയിൽ പാർട്ടി പ്രവർത്തനം നടക്കുന്നുണ്ട്, കാര്യങ്ങൾ പറയുന്നു. പക്ഷേ തൊഴിലില്ലായ്മയൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ബംഗാളിൽ. ഇവിടെ നന്ദിഗ്രാം വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ മമതയ്ക്ക് തന്നെ മുൻ നിലപാട് മാറ്റേണ്ടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഞങ്ങളല്ല ടാറ്റയെ പറഞ്ഞു വിട്ടത്, ഞങ്ങൾ ജനങ്ങളുടെ ഭൂമി സംരക്ഷിക്കാൻ സമരം ചെയ്യുകയും അവരെ സംരക്ഷിക്കുക മാത്രമാണ് ചെയ്തത്, ടാറ്റയെ പറഞ്ഞു വിട്ട ഞങ്ങളല്ല എന്നൊരു ഘട്ടത്തിൽ മമതയ്ക്ക് മാറ്റി പറയേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നന്ദിഗ്രാമും സിംഗൂറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ എങ്ങനെയാണോ അവിടെ ഭരണമാറ്റത്തിന് വഴിവെച്ചത്, അതേ സാഹചര്യങ്ങൾ തന്നെ മമതയെ ഇപ്പോൾ ഉലയ്ക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടുത്തെ സംബന്ധിച്ചുണ്ട്. അക്കാര്യങ്ങളിൽ മമതയ്ക്ക് വിശദീകരിക്കേണ്ടി വരുന്നു. വ്യവസായത്തെ അകറ്റിയത് ഞങ്ങളല്ല എന്ന് മമതയ്ക്ക് പറയേണ്ടി വരുന്ന സാഹചര്യമില്ലേ? അല്ല, ഇതിൽ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. വലിയ തോതിലുള്ള ഭൂമി ആളുകളുടെ ഏറ്റെടുക്കും. നമ്മളിതിൽ പലപ്പോഴും അതിപ്പോൾ ഈ അടുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പല പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം കുറച്ച് കട്ടിയുള്ളതാണ്, അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലായെങ്കിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്. അതായത് ജനങ്ങൾ ആർജിച്ച ഭൂമി അല്ലെങ്കിൽ നമ്മളുടെ ആർജിതമായിട്ടുള്ള മൂലധനം ക്യാപിറ്റൽ അത് ഇങ്ങനെ ബാങ്കുകളിൽ നിന്ന് വലിയ വ്യവസായികൾ ലോൺ എടുക്കുന്നു. എന്നിട്ട് അവർ ഈ സ്ഥലം അവരുടെ കൈവശമാക്കുന്നു. പിന്നീട് അവർ ഈ ലോൺ തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ ജനങ്ങളുടെ പൈസ കൊണ്ട് തന്നെ ജനങ്ങളുടെ വ്യവസായ സ്ഥാപനങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ സമ്പത്ത് വാങ്ങിക്കുന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ ഭാരം കൂടി പിന്നീട് ജനങ്ങളിലേക്ക് കെട്ടിവെക്കുന്നൊരു രീതി നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിലുണ്ട് എന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. അതിൻ്റെയൊക്കെ ഒരു തുടക്കം ആണത്. അതെന്ന് വെച്ചാൽ വലിയ വ്യവസായികൾ ആ കൃത്യമായ വില കൊടുത്ത് അവിടെ ഒരു സംരംഭം വരുമ്പോൾ അതിന് കൃത്യമായ ഒരു വില കൊടുക്കാനോ അത് കൃത്യമായി ഏറ്റെടുക്കുന്നതിന് പകരം ആളുകളെ ഓടിച്ചുവിട്ട് അതിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുക്കാം എന്നൊക്കെയുള്ള തെറ്റായ ധാരണകൾ വലിയ തോതിൽ ആളുകളെ ബാധിച്ചു. മാത്രമല്ല ഈ കർഷകരെ കൃഷിഭൂമിയിൽ നിന്ന് അകറ്റിയാൽ പിന്നെ അവരെന്ത് ജോലിയെടുക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി അവിടെ ആളുകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രതിസന്ധിയാണ് ആ കാലഘട്ടത്തിൽ വലിയ സംഭവമായിരുന്നു. നന്ദിഗ്രാമിൽ പ്രധാനമായും അവിടെ ഒരു കെമിക്കൽ ഇൻഡസ്ട്രിക്ക് ഉള്ളൊരു സാധ്യതയാണ് കണ്ടത്. ഇന്തോനേഷ്യൻ കമ്പനി അവിടെ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ബംഗാളിലും കേരളത്തിലും ഒക്കെ ഈ വ്യവസായികൾ നിക്ഷേപം നടത്താൻ വരുമ്പോൾ അവരാദ്യം ഭയക്കുന്നത് ഈ ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റി, അതുപോലെ ഈ ബ്യൂറോക്രസിയുടെ ഇടപെടലുകൾ, ഇതെല്ലാം അവരുടെ പൊതു സംവിധാനത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു ബിസിനസ് സംരംഭത്തെ തുടക്കത്തിൽ തന്നെ ബാധിക്കും എന്നൊക്കെയുള്ളൊരു ആശങ്ക പങ്കുവയ്ക്കുന്ന ഘട്ടത്തിലാണ് ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ പല ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് സമരങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് ഈ ബന്ദ് ഹർത്താൽ പോലുള്ള കാര്യങ്ങൾക്ക് വലിയ ഒരു തടസ്സം ഏർപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സ്പെഷ്യൽ എക്കണോമിക് സോണുകളെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നൊക്കെയുള്ളൊരു നിലപാട് വരികയാണ്. പക്ഷെ അതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും വ്യവസായവൽക്കരണം ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകാം, സ്വകാര്യ വിദേശ മൂലധനം ആകർഷിക്കാൻ ഏതറ്റം വരെയും പോകാം
എന്ന് കണ്ടിടത്ത് ജനങ്ങളെ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെ പോയിടത്താണ് CPM-ന് പ്രശ്നങ്ങൾ സംഭവിച്ചത്. അല്ല, സ്വാഭാവികമായും അവിടെ ഈ വിഷയങ്ങൾ വന്നു. അതിനപ്പുറത്തേക്ക് ഇതിൽ ഒരു ചോദ്യം, കാരണം ബംഗാൾ നമ്മൾ പറയുമ്പോൾ ഒരു വലിയ വ്യാവസായികമായ ഒരു മുന്നേറ്റമൊക്കെയുള്ള കാൽക്കട്ട എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ കൊൽക്കത്ത ഒരു വലിയ പട്ടണം എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ അറിയുന്നതെങ്കിലും അതിൻ്റെ ഒരു ഗ്രാമപ്രദേശം ഉണ്ട്. അത് നമുക്ക് അവിടെ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവും. വലിയൊരു ഭൂപ്രദേശം, ആളുകൾ കൃഷിയെ മാത്രം, എള്ളെണ്ണയും കൃഷിയും അതുപോലെ എള്ളും ഒക്കെ കൃഷി ചെയ്യുന്നൊരു വലിയ ജനവിഭാഗം അവിടെയുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് മാറ്റം? അപ്പോൾ ഈ ബംഗാളിലെ കാൽക്കട്ട അല്ലെങ്കിൽ ആ ഹൂബ്ലി ആ പരിസരങ്ങളൊക്കെ മാറ്റി നിർത്തി മേലേക്ക് ന്യൂ ജയ്പാൽഗുരിയിലേക്ക് നമ്മൾ പോയിട്ടാണല്ലോ നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ആ വഴികളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. വലിയ കർഷകരുടെ ഒരു നാടാണ്. അപ്പോൾ കൃഷിയിൽ നിന്ന് ആളുകളെ അകറ്റിയാൽ പിന്നെ അവർക്ക് എന്ത് ജോലി എന്നത് ഒരു ചോദ്യമായി ഉയർന്നു. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ചില റവല്യൂഷണറി ആശയധാര, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നക്സൽ ബാരിയിൽ നിന്നൊക്കെയുള്ള അതിൻ്റെയൊക്കെ ഇപ്പോഴും അലയൊളികൾ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്. ഇതൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ അവരെ ബാധിച്ചു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഒരു കഴിഞ്ഞുപോയ കാലഘട്ടത്തിൻ്റെ ബാക്കി മാത്രമാണ്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് വളരെ ഒരു അരാഷ്ട്രീയം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാവുന്ന പരസ്പരം ആക്രമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക, കയ്യൂക്കിൻ്റെ ബലത്തിൽ നേടുക എന്നതാണ്. ഇപ്പോൾ താംലുക്ക് എന്ന് പറയുന്ന ഈ മണ്ഡലത്തിൽ അവിടെ ദിബാങ്ഷു ഭട്ടാചാരി BJP-യുടെ അഭിജിത് ഗംഗോപാധ്യായെ ആണ് നേരിടുന്നത്. അദ്ദേഹം ഒരു അഭിജിത് ഗംഗോപാധ്യായ എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജാണ്. ഗംഗോപാധ്യായ്ക്കാണ് കഴിഞ്ഞ ദിവസം 24 മണിക്കൂർ വിലക്ക്, പ്രചാരണ വിലക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയത്. മമതാ ബാനർജിയെ ലൈംഗിക ചുവയോടുകൂടി അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് ആ വിലക്ക് ഏർപ്പെടുത്തിയത്. എന്തായാലും BJP-ക്ക് പറ്റുന്ന വ്യക്തി തന്നെയാണ് അഭിജിത് ഗംഗോപാധ്യായ. നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ ആളുകളും ഇപ്പോൾ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തില്ല. ഇപ്പം നമ്മുടെ ഇവിടെ തന്നെ ഏറ്റവും പുരോഗമനമായി ചിന്തിക്കുന്ന പാർട്ടിയാണ് എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജായിരുന്ന വ്യക്തിയാണ് കൂടി നമ്മൾ ആലോചിക്കണം. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായിരിക്കുമ്പോൾ തന്നെ തൃണമൂലുമായി ബന്ധപ്പെട്ടുള്ള പല കേസുകളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിനുശേഷം ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു. അവിടെ ഈ രീതിയിൽ പ്രചാരണ രംഗത്ത് അങ്ങേയറ്റം അധിക്ഷേപകരമായ, നമുക്കറിയാം ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര കേസുകളിൽ എത്ര വിഷയങ്ങളിൽ ഇടപെട്ടു. അവിടെ കമ്മീഷൻ പലപ്പോഴും നിസ്സഹായരായി നോക്കി നിൽക്കുന്ന പോലും സാഹചര്യം. ആ കമ്മീഷന് പോലും നടപടിയെടുക്കേണ്ടുന്ന സാഹചര്യം, ആ കമ്മീഷന് പോലും ഇടപെടേണ്ടി വരുന്ന പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യം അഭിജിത് ഗംഗോപാധ്യായെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. കോടതി ശിക്ഷിച്ചല്ലോ, കമ്മീഷൻ എന്ത് നടപടിയാണ് എടുത്തതെന്ന് നമുക്ക് സ്വാഭാവികമായി ചോദിക്കാമല്ലോ. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി 2 വർഷം തടവിൽ പോകണം എന്നൊരു പ്രയോഗം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുണ്ടായില്ലേ? അതിൽ കമ്മീഷൻ എന്ത് നടപടി? അപ്പോൾ കമ്മീഷൻ കോൺഗ്രസിന് അനുകൂലമാണ്. ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായും BJP-ക്ക് അനുകൂലമാണെങ്കിൽ അതാ BJP നമ്മുടെ പിന്നെ കോടതികളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കും. അതേസമയം അത് BJP-ക്ക് എതിരായി വരികയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഡൊണേഷൻ നൽകുന്നതിന് സംബന്ധിച്ച് താരപ്രചാരകർക്കെതിരെ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് എത്ര ദിവസത്തിന് ശേഷമാണ്? മാത്രവുമല്ല, നേരിട്ട് പാർട്ടി അധ്യക്ഷന്മാർക്ക് നോട്ടീസ് അയക്കുകയാണ് കമ്മീഷൻ ചെയ്തത്. അപ്പോൾ ഇടപെടേണ്ടടുത്ത് കൃത്യമായ ഇടപെടൽ കമ്മീഷന്റെ ഭാഗത്തുനിന്ന്. ഇതിൽ കമ്മീഷന്റെ ഇടപെടലുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഞാൻ പറയുന്നത്, എനിക്കിപ്പോൾ കമ്മീഷന്റെ ഇടപെടലുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനപ്പുറത്തേക്ക് അത് എല്ലാവർക്കും തുല്യമായാണ് കിട്ടുന്നത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞു, കോൺഗ്രസ്സുകാർക്കായാലും അത് കിട്ടുന്നില്ല. അപ്പോൾ കോടതി രാഹുൽ ഗാന്ധിയെ 2 വർഷം ശിക്ഷിച്ച കേസിൽ കമ്മീഷൻ എന്ത് നടപടിയെടുത്തത്? അങ്ങനെ ഒരു ചോദ്യമില്ലേ? അപ്പോൾ സ്വാഭാവികമായി എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ അതിനൊരു കമ്മീഷൻ ഒരു പരിധിയുണ്ട്. ആ പരിധി വെച്ചേ അതിന് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഇത്തരം വിഷയങ്ങളിൽ കമ്മീഷൻ ഇടപെടുമ്പോൾ ഞങ്ങൾ അവർക്കെതിരെയും നടപടിയെടുത്തില്ലല്ലോ എന്ന് കരുതി അത് ബാലൻസ് ചെയ്യുകയോ അതിനെ പിന്തുണയ്ക്കുകയോ ചെയ്യാൻ ഒരു മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ എനിക്ക് പറ്റില്ല. ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ പറഞ്ഞത് കമ്മീഷന്റെ അധികാര പരിധി എന്താണ്? നിങ്ങൾക്ക് ഒരു കമ്മീഷൻ എന്ത് ചെയ്യാൻ കഴിയും? അഭിജിത് ഗംഗോപാധ്യായെ സംബന്ധിച്ച് അദ്ദേഹം ലൈംഗിക പരാമർശമാണ് നടത്തിയത്. അദ്ദേഹം ഹൈക്കോടതി ജഡ്ജായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരാമർശം നടത്താൻ പാടില്ലാത്തതാണ്. ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് നോക്കുകുത്തിയാകുന്നു എന്ന ആരോപണം നേരിടുന്ന അവിടെ നടപടിയെടുത്തു എന്നാണ് സൂചിപ്പിച്ചത്. 24 മണിക്കൂർ വിലക്ക് ഏർപ്പെടുത്തി കമ്മീഷൻ. ഞാൻ പറഞ്ഞത് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. ഒരു കോടതിയെ പോലെയോ ഒരു പോലീസിനെ പോലെയോ ഒരു കമ്മീഷൻ ഒരു പരിധിയില്ല. അതൊരു
എന്താണ് അതിന് ഒരു നടപടിക്രമമുണ്ട്. അല്ലാതെ കോടതിയെ പോലെ ഒരാൾ തെറ്റ് ചെയ്തു ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു IPC പ്രകാരമുള്ള ശിക്ഷ വിധിക്കാൻ അതിന് കഴിയുമോ? സ്വാഭാവികമായും അത്തരം ചോദ്യങ്ങൾ അവിടെയുണ്ട്. ആ പരിമിതി എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ BJP മാത്രമല്ല, കോൺഗ്രസിനും CPM-കാർക്കും ഒക്കെ ഈ പ്രശ്നം വരുമ്പോൾ കമ്മീഷൻ ഇത്തരത്തിൽ തന്നെ അതിൻ്റെ പരിധിക്ക് നിന്നുകൊണ്ടുള്ള ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു